ഹായ് എല്ലാവർക്കും നമസ്കാരം. ഗർഭത്തിന്റെ അവസാന നാളുകളിലെ ആ ഗ്രോത്ത് സ്കാനില്ലേ, അതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പം നമുക്കതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാലോ? ഇത് നിങ്ങളുടെ കുഞ്ഞിന്റെ ആരോഗ്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. നമുക്ക് തുടങ്ങാം. പലരും വിചാരിക്കുന്നത് എന്താണെന്നറിയോ, ഇത് കുഞ്ഞിന്റെ ഒരു 3D ഫോട്ടോ എടുക്കാനും മുഖം കാണാനുമൊക്കെയുള്ള ഒരു ചടങ്ങാണെന്ന്. പക്ഷേ സത്യം പറഞ്ഞാൽ അതുമാത്രമല്ല കേട്ടോ. അതിനേക്കാൾ എത്രയോ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സ്കാൻ. അപ്പോ പിന്നെ എന്താണ് ഇതിന്റെ ശരിക്കുള്ള ഉദ്ദേശം? നോക്കൂ, ആദ്യത്തെ സ്കാനുകളൊക്കെ കുഞ്ഞിന്റെ ഓരോ അവയവങ്ങളും ശരിയായി രൂപപ്പെട്ടോ എന്ന് നോക്കാനായിരുന്നു. പക്ഷേ ഈ അവസാന ഘട്ടത്തിലെ സ്കാൻ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പോലെയാണ്. അതായത് കുഞ്ഞ് നന്നായി വളരുന്നുണ്ടോ, അവരെ വേണ്ട ഭക്ഷണമൊക്കെ കൃത്യമായി കിട്ടുന്നുണ്ടോ, ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നമുക്ക് പ്ലാസന്റയെ ഒരു ഫാക്ടറി ആയിട്ട് സങ്കല്പിച്ചു നോക്കാം. കുഞ്ഞിന് വേണ്ട എല്ലാ പോഷകങ്ങളും ഓക്സിജനും ഒക്കെ ഉണ്ടാക്കിക്കൊടുക്കുന്ന ഒരു സൂപ്പർ ഫാക്ടറി. അപ്പോൾ ഈ ഗ്രോത്ത് സ്കാൻ എന്താ ചെയ്യുന്നത്? ആ ഫാക്ടറിയുടെ ക്വാളിറ്റി കൺട്രോൾ ചെക്കാണ്. പ്രൊഡക്ഷൻ ലൈനൊക്കെ സ്മൂത്തായിട്ട് പോകുന്നുണ്ടോയെന്ന് നോക്കുന്നു. ശരി, ഇനി നമുക്ക് ആ സ്കാൻ റിപ്പോർട്ട് കയ്യിൽ കിട്ടുമ്പോഴുള്ള ടെൻഷൻ അങ്ങോട്ട് മാറ്റിവെക്കാം. അതിലെ ചില വാക്കുകളും നമ്പറുകളുമൊക്കെ എന്താണെന്നും നോക്കിയാലോ? ഈ പേരുകളൊന്നും കേട്ട് പേടിക്കേണ്ട, വളരെ എളുപ്പത്തിൽ നമുക്കിത് മനസ്സിലാക്കാം. റിപ്പോർട്ടിൽ നമ്മൾ ആദ്യം തന്നെ കാണുന്ന ഒന്നായിരിക്കും ഈ BPD, HC എന്നൊക്കെ. ഇത് രണ്ടും കുഞ്ഞിന്റെ തലയുടെ അളവുകളാണ്. അതായത് തലച്ചോർ എത്രത്തോളം വളർന്നിട്ടുണ്ടോ എന്ന് കാണിക്കുന്നു. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു അത്ഭുതകരമായ കാര്യമുണ്ട്. കുഞ്ഞിന് എന്തെങ്കിലും കാരണത്താൽ പോഷകം കുറഞ്ഞാൽ പോലും ശരീരം ഏറ്റവും അവസാനം വരെ സംരക്ഷിക്കുന്നത് തലച്ചോറിനെ ആയിരിക്കും. ഇതിനെയാണ് ഡോക്ടർമാർ ബ്രെയിൻ സ്പെയറിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു വേള പ്ലാസന്റയുടെ പ്രവർത്തനം കുറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിന്റെ ശരീരം ഭയങ്കര സ്മാർട്ടായിട്ട് പ്രവർത്തിക്കും. കിട്ടുന്ന പോഷകങ്ങളും രക്തവുമെല്ലാം നേരെ തലച്ചോറിലേക്ക് വിടും. അതിനെ എങ്ങനെയെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ തലയുടെ അളവുകൾ മിക്കവാറും നോർമലായിരിക്കും. ഇനി വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അളവാണ് AC അഥവാ വയറിന്റെ ചുറ്റളവ്. ഇതിനെ ഒരു ഗോൾഡൻ മെട്രിക് എന്ന് തന്നെ പറയാം. കാരണം കുഞ്ഞിന് പോഷണം കിട്ടുന്നുണ്ടോ എന്ന് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ അളവിലൂടെയാണ്. എങ്ങനെയെന്നല്ലേ? കുഞ്ഞു പോഷണങ്ങളൊക്കെ സംഭരിച്ചു വെക്കുന്നത് അതിന്റെ കരളിലാണ്. അപ്പോൾ വയറിന്റെ വലിപ്പം കുറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പ്ലാസന്റ ഫാക്ടറിയിൽ നിന്നുള്ള സപ്ലൈ കുറഞ്ഞു തുടങ്ങി എന്നതിന്റെ ആദ്യത്തെ സൂചനയാണത്. പിന്നെ നമ്മൾ കുഞ്ഞിന്റെ തൂക്കം വെറുതെ ഗ്രാമിൽ നോക്കുന്നതിനേക്കാൾ പ്രധാനം അതിന്റെ വളർച്ചയുടെ ഗ്രാഫ് എങ്ങനെ പോകുന്നു എന്ന് നോക്കുന്നതാണ്. അതിനാണ് ഡോക്ടർമാർ പെർസെന്റൈൽ ചാർട്ടുകൾ ഉപയോഗിക്കുന്നത്. ഓരോ കുഞ്ഞിനും അതിൻ്റേതായ ഒരു ഗ്രോത്ത് ട്രാക്കുണ്ട്. ആ ട്രാക്കിൽ നിന്ന് തെന്നിമാറുന്നുണ്ടോ എന്നാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്താണ് ഈ പെർസെന്റൈൽ? സിംപിളായി പറഞ്ഞാൽ, നിങ്ങളുടെ കുഞ്ഞ് 50ാം പെർസെന്റൈലിലാണെങ്കിൽ ഒരേ പ്രായത്തിലുള്ള 100 കുട്ടികളെ എടുത്താൽ വളർച്ചയുടെ കാര്യത്തിൽ നിങ്ങളുടെ കുഞ്ഞ് കറക്റ്റ് നടുക്കാണ്, അതായത് ശരാശരി. ഇനി 10ൽ താഴെയാണെങ്കിൽ വളർച്ച അല്പം കുറവാണെന്നും 90ന് മുകളിലാണെങ്കിൽ കുറച്ച് കൂടുതലാണെന്നും മനസ്സിലാക്കാം. അപ്പോൾ ശരി, സ്കാൻ റിപ്പോർട്ടൊക്കെ മനസ്സിലാക്കി. ഇനി കുഞ്ഞിന്റെ വളർച്ച കുറവാണെന്ന് കണ്ടാൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ള 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റെഡിയല്ലേ? അതെ, വെറും 3 കാര്യങ്ങൾ. 1. പ്രോട്ടീൻ ധാരാളം അടങ്ങിയ ഭക്ഷണം. 2. കിടക്കുന്ന പൊസിഷനിലെ ഒരു ചെറിയ മാറ്റം, അതായത് ഇടതുവശം ചരിഞ്ഞു കിടക്കുക. 3. കുഞ്ഞിന്റെ അനക്കം ശ്രദ്ധയോടെ നിരീക്ഷിക്കുക. ഈ 3 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി, നല്ലൊരു മാറ്റം കാണാൻ പറ്റും. വളർച്ച കുറവാണെന്ന് കേൾക്കുമ്പോൾ ഒരുപാട് ഭക്ഷണം വാരിവലിച്ച് കഴിക്കുകയല്ല വേണ്ടത്. പകരം ശരിയായ ഭക്ഷണം കഴിക്കണം. അതിലേറ്റവും പ്രധാനം പ്രോട്ടീനാണ്. നിങ്ങളുടെ ശരീരഭാരത്തിന്റെ ഓരോ കിലോയ്ക്കും ഏകദേശം 1.5 ഗ്രാം പ്രോട്ടീൻ ദിവസവും കഴിക്കാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ പ്ലാസന്റ ഫാക്ടറിയിലേക്കുള്ള കൺവെയർ ബെൽറ്റ് നല്ല സ്മൂത്തായി പ്രവർത്തിക്കാൻ സഹായിക്കും. അപ്പോൾ ഈ പ്രോട്ടീൻ എവിടുന്നൊക്കെ കിട്ടും? പേടിക്കണ്ട, നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന സാധനങ്ങളാണ്. സത്തുപൊടി, പനീർ, ഗ്രീക്ക് യോഗട്ട്, പുഴുങ്ങിയ മുട്ട, ഇവയെല്ലാം സൂപ്പറാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോ 3 മണിക്കൂർ കൂടുമ്പോഴും ചെറിയ അളവിൽ പ്രോട്ടീൻ അടങ്ങിയ എന്തെങ്കിലും കഴിക്കുന്നത് തുടർച്ചയായി കുഞ്ഞിലേക്ക് പോഷകങ്ങൾ എത്താൻ ഒരുപാട് സഹായിക്കും. എന്തിനാണ് എല്ലാവരും ഈ ഇടതുവശം ചരിഞ്ഞു കിടക്കാൻ പറയുന്നതെന്നറിയാമോ? നമ്മൾ മലർന്നു കിടക്കുമ്പോൾ ഗർഭപാത്രം നമ്മുടെ ശരീരത്തിലെ പ്രധാന രക്തക്കുഴലുകളെ ഒന്ന് അമർത്തും. പക്ഷേ ഇടത്തോട്ട് ചരിഞ്ഞു കിടക്കുമ്പോൾ ആ പ്രഷർ അങ്ങ് മാറും. അപ്പോൾ എന്ത് സംഭവിക്കും? പ്ലാസന്റയിലേക്കുള്ള രക്തയോട്ടം ഏകദേശം 20% വരെ കൂടും. അതൊരു ചെറിയ കാര്യമല്ല അല്ലേ? ഇതൊരു വലിയ ടാസ്കൊന്നല്ല. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ്, വെറും 20 മിനിറ്റ് ഇടതുവശം ചരിഞ്ഞ് ഒന്ന് റെസ്റ്റ് ചെയ്യുക. ഇത് കുഞ്ഞിന് കിട്ടുന്നൊരു പവർഫുൾ ഗ്രോത്ത് ബൂസ്റ്റ് ആയിരിക്കും. ഇനി 3ാമത്തെ കാര്യം, നിങ്ങളുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ നിങ്ങളെക്കാൾ നല്ലൊരു മോണിറ്റർ വേറെയില്ല. അതുകൊണ്ട് കുഞ്ഞിന്റെ അനക്കം എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു 12 മണിക്കൂറിനുള്ളിൽ കുറഞ്ഞത് 10 തവണയെങ്കിലും അനങ്ങുന്നുണ്ടോയെന്ന് നോക്കുക. അനക്കം കുറയുന്നത് ചിലപ്പോൾ കുഞ്ഞ് അതിന്റെ ഊർജ്ജം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഒരു സൂചനയാകാം. അതുകൊണ്ട് ശ്രദ്ധ വേണം.
ശരി, ഇനി നമുക്ക് ഗർഭകാലവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന ചില നാട്ടുവിശ്വാസങ്ങളും അതിന്റെ പിന്നിലെ സത്യാവസ്ഥയും എന്താണെന്ന് നോക്കിയാലോ? പലതും നമ്മളെ വെറുതെ ടെൻഷൻ എടുപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും. ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു ടെൻഷനാണ് വയറിന്റെ വലിപ്പത്തെക്കുറിച്ച്. അയ്യോ, എന്റെ വയറ് തീരെയില്ലല്ലോ, കുഞ്ഞിന് വളർച്ച കുറവാണോ എന്നൊക്കെ. ഒരു കാര്യമില്ല. നിങ്ങളുടെ വയറിന്റെ വലുപ്പം തീരുമാനിക്കുന്നത് നിങ്ങളുടെ ശരീരപ്രകൃതിയും മസിലുകളുടെ ബലവും പിന്നെ കുഞ്ഞിനു ചുറ്റുമുള്ള വെള്ളത്തിന്റെ അളവുമൊക്കെയാണ്. കുഞ്ഞിന്റെ യഥാർത്ഥ വളർച്ച അറിയാൻ സ്കാൻ റിപ്പോർട്ട് തന്നെയാണ് ശരിയായ മാർഗം, അല്ലാതെ പുറമേ കാണുന്ന വയറല്ല. അടുത്തത്, കുഞ്ഞിന് നിറം വയ്ക്കാൻ കുങ്കുമപ്പൂവ് കഴിക്കുക, കരിക്കിൻ വെള്ളം കുടിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് മറ്റൊരു തെറ്റിദ്ധാരണയാണ്. കുഞ്ഞിന്റെ നിറം 100% പാരമ്പര്യമാണ്. അതിൽ ഒരു മാറ്റവും വരുത്താൻ നമുക്ക് കഴിയില്ല. പിന്നെ കരിക്കിൻ വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്, ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാം, അത്രയുള്ളൂ. അല്ലാതെ നിറവുമായി അതിന് ഒരു ബന്ധവുമില്ല. അവസാന മാസങ്ങളിൽ നെയ്യ് കുടിച്ചാൽ സുഖപ്രസവം നടക്കുമെന്ന് പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ടെങ്കിലും അതൊരു അപകടം പിടിച്ച തെറ്റിദ്ധാരണയാണ്. നമ്മൾ കഴിക്കുന്ന നെയ്യ് പോകുന്നത് ദഹനേന്ദ്രിയങ്ങളിലേക്കാണ്, പ്രസവം നടക്കുന്ന വഴിയിലേക്കല്ല. വെറുതെ കൊഴുപ്പ് കൂടുതൽ കഴിച്ച് അമ്മയ്ക്ക് കൊളസ്ട്രോൾ കൂട്ടാനും കുഞ്ഞിന് അമിതമായി ഭാരം വയ്ക്കാനും ഇത് കാരണമാകും. ചിലപ്പോൾ ഇത് നോർമൽ ഡെലിവറിക്ക് പകരം സിസേറിയനിലേക്ക് വരെ നയിച്ചേക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചില ലക്ഷണങ്ങൾ കണ്ടാൽ അടുത്ത വിസിറ്റിനു വേണ്ടി കാത്തു നിൽക്കരുത്. ഉടൻ തന്നെ ഡോക്ടറെ അറിയിക്കണം. ഏതൊക്കെയാണ് ലക്ഷണങ്ങളെന്ന് നോക്കാം. ഈ 3 കാര്യങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വെക്കുക. 1. കുഞ്ഞിന്റെ അനക്കം പതിവിലും ഒരുപാട് കുറയുന്നതുപോലെ തോന്നുക. 2. പെട്ടെന്ന് വെള്ളം പോലെ പോവുക. 3. സഹിക്കാൻ പറ്റാത്ത തലവേദനയുടെ കൂടെ മുഖത്തും കയ്യിലുമൊക്കെ നീര് വരികയും കാഴ്ച മങ്ങുകയും ചെയ്യുക. ഇത് പ്രീ എക്ലംസിയയുടെ ലക്ഷണമാകാം, അതായത് ഗർഭാവസ്ഥയിലെ പ്രഷർ കൂടുന്ന അവസ്ഥ. ഇത് കുഞ്ഞിലേക്കുള്ള രക്തയോട്ടത്തെ ബാധിക്കും, അതുകൊണ്ട് ഒട്ടും വൈകിക്കരുത്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക. കുഞ്ഞിന് തൂക്കം കുറവാണ് എന്ന് പറയുന്നത് ഒരമ്മ എന്ന നിലയിൽ നിങ്ങളുടെ പരാജയമല്ല. അതോർത്ത് വിഷമിക്കരുത്. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നു മാത്രമാണ്: സുരക്ഷിതമായ ഒരു പ്രസവവും ആരോഗ്യമുള്ള ഒരു കുഞ്ഞും. അതുകൊണ്ട് ഭക്ഷണത്തിൽ പ്രോട്ടീൻ കൂട്ടുക, ടെൻഷനൊക്കെ അങ്ങ് ഒഴിവാക്കുക, ഇടതുവശം ചെരിഞ്ഞു കിടക്കുന്നത് ഒരു ശീലമാക്കുക. ശരിയായ അറിവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഈ യാത്ര നമുക്ക് മനോഹരമാക്കാം. എല്ലാവർക്കും സന്തോഷകരവും സുരക്ഷിതവുമായ ഒരു പ്രസവം ആശംസിക്കുന്നു.